യുവജനവേദിയുടെ പ്രവർത്തന നേതാവും അതേപോലെ നമ്മളെ ജമാഅത്ത് അംഗം കൂടിയായ സബീർ മുസ്ലിയാരെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനുസല്ലി അലാ റസൂലിൽ കരീം. അമ്മാ ബഅദ്. ബഹുമാനരെ, നിങ്ങളോട് ഒരു ഔപചാരികതയുടെ ആവശ്യമില്ല. കാരണം നിങ്ങളിൽപ്പെട്ട ഒരു അംഗമാണ് ഞാൻ. നമ്മളെല്ലാം ഒരു ജമാഅത്ത് അംഗമാണ്. എങ്കിലും അൽഹംദുലില്ലാഹ് എനിക്കിവിടെ ഇരിക്കുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷവും ഒരു ചാരിതാർത്ഥ്യവും എന്നെ വല്ലാതെ പിടികൂടുകയാണ്. കാരണം ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസംഗ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്, പറഞ്ഞു പഠിക്കുന്നത് ഇവിടെ നിന്നാണ്. ബഹുമാനനായ നമ്മുടെ മണ്ണാത്തോടി അസീസ് ആക്കയാണ് എന്നെ ഇവിടെ കൊണ്ടുവരികയും എന്നെ ഇവിടെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത്. ആ സമയത്തൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു മെമ്പറിൻ്റെ മുമ്പ്, ജനങ്ങളെ മുമ്പ് അഭിസംബോധന ചെയ്ത് സംസാരിക്കണമെന്ന്. പക്ഷേ ഇന്ന് വരെ നമുക്കൊരു അവസരം കിട്ടിയിട്ടില്ല. പടച്ച തമ്പുരാൻ ഇന്ന് എനിക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിന് എനിക്ക് ഈ അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ നിർമ്മാണ കമ്മിറ്റിക്കാർ, അതുപോലെ തന്നെ അത് പ്രത്യേകമായി ഒരുപാട് പേരെ എടുത്ത് പറയാനുണ്ടെങ്കിലും ബഹുമാന്യനായ നമ്മുടെ ഷിബു സാഹിബ്, അതുപോലെ തന്നെ AR നിസാം സാഹിബിനെയൊക്കെ പ്രത്യേകമായി എടുത്തു പറയണം. കാരണം അവരൊക്കെ നമ്മളെ വളർച്ചയിൽ വളരെയധികം സന്തോഷിക്കുന്നവരാണ്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റാരെക്കാളും ഒരു പ്രശംസ, ഒരു സ്തുതി പറയുന്നത് നമ്മളിൽപ്പെട്ടവരാകുമ്പോൾ അത് പ്രത്യേകമായൊരു സന്തോഷമാണ്. വെളിയിൽ നിന്നുള്ളവരല്ലല്ലോ, നമ്മൾ കൂടുതൽ അടുത്തറിഞ്ഞവരാണത്. എങ്കിലും അൽഹംദുലില്ലാഹ് എനിക്ക് വല്ലാത്ത സന്തോഷമെന്ന് പറയുന്നത് ഒരു ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ വർഷം 2025 നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിനെ മുഴുവൻ ഒരു ഇസ്സത്ത്, ഒരു അഭിമാനത്തിൻ്റെ ഒരു അടയാളമായി ഒരു സംഭവം ഉണ്ടായി. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ ഏറ്റവും വലിയ സിറ്റിയാണ് ന്യൂയോർക്ക് സിറ്റി. ഏകദേശം 2.5 കോടി മനുഷ്യരുള്ള, ജനസാന്ദ്രതയുള്ള ഒരു മെട്രോ സിറ്റിയാണ് ന്യൂയോർക്ക്. ആ ന്യൂയോർക്ക് സിറ്റിയിൽ മേയറായി വന്ന സൊഹ്റാൻ മംദാനിയെ കുറിച്ച് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ആ മേയറായെന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. ഏറ്റവും കൂടുതൽ 10 ലക്ഷം ആൾക്കാർ ഷെയർ ചെയ്യപ്പെടുകയും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം ഇസ്സത്തോടെ കാണുകയും ചെയ്ത ഒരു വൈറലായ പ്രഭാഷണമായിരുന്നു. അദ്ദേഹം മേയറായിട്ട് അദ്ദേഹത്തിന്റെ മുഖദ്ദിമയൊക്കെ ഇങ്ങനെ, അഥവാ മുഖവുരയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, മൈ നെയിം ഈസ് സൊഹ്റാൻ മംദാനി, ഐ ആം എ മുസ്ലിം. എൻ്റെ പേര് സൊഹ്റാൻ മംദാനി എന്നാണ്. അതിലുപരി ഐ ആം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ്. എവിടെ നിന്നുകൊണ്ടാണ് ഇത് സംസാരിക്കണമെന്ന് മനസ്സിലാക്കണം. ഇസ്ലാം ഭീകരവാദമാണ്, തീവ്രവാദമാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പ്രചരിപ്പിക്കുകയും ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് വെറുപ്പുൽപാദിപ്പിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഈറ്റില്ലത്ത് നിന്നുകൊണ്ടാണ്, അമേരിക്കയുടെ നെറുകയിൽ നിന്നുകൊണ്ടാണ് സൊഹ്റാൻ മംദാനി പ്രഖ്യാപിക്കുന്നത്, ഐ ആം എ മുസ്ലിം, ഞാൻ മുസ്ലിമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വിശുദ്ധ ഖുർആൻ. എവിടെ മക്കളെ അത് പറഞ്ഞത്? ഏതായിട്ട് പറയാ? മറന്ന് ഹാഫിളീങ്ങളല്ലേ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് എന്ന് തുടങ്ങുന്നതാണ്. കിട്ടിയില്ല? സൂറത്തുൽ ഫുസിലത്ത് ഓർമ്മ വേണം. അല്ലാഹു മക്കൾക്കൊക്കെ തഹ്ഖീഖ് കൊടുക്കട്ടെ. സൂറത്തുൽ ഫുസിലത്തിലെ 30 മുതൽ തുടങ്ങുന്ന വചനമാണ്. അല്ലേ ഉസ്താദേ? അഹമ്മദ് ഉസ്താദേ, 30 അല്ലേ? 30ാമത്തെ ആയത്ത് 30 തൊട്ട് തുടങ്ങി. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുടങ്ങിയിട്ട് 33ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് വഖാല വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും അതിലുപരി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനേക്കാൾ, ഞാൻ മുസ്ലിമാണ് എന്ന അയ്യാമേ മുസ്ലിം എന്ന് പറയുന്നവനേക്കാൾ ഇസ്സത്തുള്ളവൻ, അഭിമാനമുള്ളവൻ, അത്രയും സുന്ദരമായ നല്ല വർത്തമാനം പറയുന്നവൻ ആരുണ്ടെന്ന് അള്ളാഹു ചോദിക്കുക. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിൽ കൂടി
വന്ന ആയത്ത് ഇന്ന് അതിൻ്റെ ഈ ആധുനികമായ ആയിരുന്നു സഹ്റ മംദാനി നടത്തിയത്. അദ്ദേഹത്തിന് ഇതിന് കിട്ടിയ ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഇത് പറയുന്നത്? അമേരിക്കയിൽ നിന്ന്. നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇസ്ലാം, ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. ചിലർ പറയില്ലേ, അപ്പൊ ഭൂരിപക്ഷം ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്കാണ്, അവരോടൊപ്പം പറയും അല്ല ഞാനും നിങ്ങളെ പോലെ തന്നെ. അതല്ല, അവിടെയൊക്കെ സ്വത്വബോധവും അസ്തിത്വവും വ്യക്തിത്വവും കാത്തു സൂക്ഷിക്കുന്നവനാണ് ഇസ്ലാം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനവധി സഹ്റ മംദാനിമാരെ ലഭിച്ചു എന്നുള്ളതാണ്. അതിൽ ഒന്നായിട്ട് ഞാൻ പറയാണ് ബഹുമാനനായ ഷിബു സാഹിബ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹലിന്റെ, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ മേയറാണ് അദ്ദേഹം. ഈ സമുദായത്തിനെ നയിക്കാൻ ഏറ്റവും കെൽപ്പുള്ള ആളാണ്. സമുദായത്തിനെ മാത്രമല്ല, ഇൻഷാ അല്ലാഹ് നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വെയിലൂരിന്റെ ശബ്ദമായി രാജ്യസഭയിൽ പോലും അദ്ദേഹത്തിന് അല്ലാഹു എത്തിക്കും. ആ രീതിയിലുള്ള ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു യൂണിവേഴ്സൽ മൈൻഡ്, യൂണിവേഴ്സൽ ഇസ്ലാമിക് മൈൻഡ് ഉള്ള ആളാണ്. അതിന്റെ ഏറ്റവും വലിയ കാരണം എന്തറിയോ? ഇതിന്റെ ആദ്യകാലത്ത്, ഇതിന്റെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൃശ്യമായ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യമായി ദക്ഷിണ കേരളയുടെ സമുന്നതനായ നേതാവിനെ കൊണ്ടുവന്ന് തറക്കല്ലിടിയിക്കുന്നു, തങ്ങളെ കൊണ്ട് ദക്ഷിണ. രണ്ടാമതായി ഇതിന്റെ പൂർത്തീകരണം ഒരു 80% പൂർത്തിയായപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും വലിയ, കേരളത്തിൽ ഏറ്റവും രണ്ടാമതായി നിൽക്കുന്ന പ്രസ്ഥാനമാണ് AP ഉസ്താദ്. AP ഉസ്താദിനെ ഇവിടെ കൊണ്ടുവന്ന അദ്ദേഹം. മൂന്നാമതായി കൊണ്ടുവന്ന ആരെയാണ്? സമസ്തയുമായി ബന്ധപ്പെട്ട്, അതായത് EK സമസ്ത, പ്രബലമായ പ്രസ്ഥാനമായ EK സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശംബദാദി സാഹിബ് ഇവിടെ കൊണ്ടുവന്നു. ഇതിലൂടെ സമുദായത്തെ മുഴുവൻ ഒത്തുതീർപ്പിനും അത് മധ്യസ്ഥ വഹിക്കാനും കഴിവുള്ള ഒരാളാണെന്ന് അദ്ദേഹം തെളിയിച്ചു. നിങ്ങൾ അറിഞ്ഞോ? ഇപ്പോ നമ്മുടെ EK AP തമ്മിൽ ഒരു വിഷയമുണ്ട്. അവിടെ അത് പരിഹരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അസ്ഹരി ഉസ്താദ് പറഞ്ഞത് ആരെ കൊണ്ടുവരണമെന്നറിയാം? ആരെ കൊണ്ടുവരുന്ന? EK AP പ്രശ്നം പരിഹരിക്കാൻ ആരെ കൊണ്ടുവരണം? യൂസഫ് അലി സാറിനെ, ബഹുമാനാനിയായ യൂസഫ് അലി സാറിനെ കൊണ്ടുവന്നാൽ ഞങ്ങളുടെ തമ്മിലിടയിലുള്ള ആഭ്യന്തര പ്രശ്നം മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ്. ആര്? യൂസഫ് അലിയെ കൊണ്ടുവരണമെന്ന്. ഇതുപോലെ സമുദായ നേതാക്കന്മാർ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ വിളിക്കും. ഇൻഷാ അല്ലാഹ് ഷിബു സാഹിബ് വരട്ടെ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോവും. അതാണ് അദ്ദേഹത്തിന്റെ യൂണിവേഴ്സൽ ഇസ്ലാമിക് മൈൻഡ് ഉള്ള ആളാണ്. അൽഹംദുലില്ലാഹ്, അത് അദ്ദേഹം നല്ല, നിങ്ങൾക്കറിയോ, ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു സബീർ എന്നാണ് വിളിക്കുന്നത്. അൽഹംദുലില്ലാഹ്, സന്തോഷമാണ് എനിക്ക്. നിങ്ങൾ അങ്ങനെ വിളിച്ചാൽ മതി, എനിക്ക് മുസ്ലിയാർ പദവി നിങ്ങൾ തരണ്ട. സബീർ അത് തന്നെയാണ് എനിക്ക് അത് മതി. അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ സബീർ മുസ്ലിയാരെ ഇവിടെ ഇത് എഴുതാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് ഒരു ആയത്ത് എന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ചു തരാണ്. എന്നെ അത്ഭുതപ്പെടുത്തി. ഇന്നമായ ഉമറു മസാജിദ് അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വലം യഖ്ശ ഇല്ലല്ലാഹ്. ഞാൻ അത്ഭുതപ്പെട്ടു ഈ ഷിബു സാഹിബിന്റെ ആ ഒരു കാഴ്ച. കാരണം എന്താ അറിയോ? പുതിയൊരു തലമുറയ്ക്ക് ദിശാബോധം നൽകുന്ന ആയത്ത് ഇവിടെ ആലേഖനം ചെയ്യുമെന്ന് അദ്ദേഹം മൈൻഡ്. പക്ഷേ ഇവിടെ സ്ഥലം തികയാത്തതിന്റെ പേരിലാണ് ആ ആയത്ത് മാറ്റിയിട്ട് പിന്നെ ഇവിടെ വൈന്ന മസാജിദ് ഇല്ലാഹി എന്ന് തുടങ്ങുന്ന ഫലാ തദൂല്ലാഹി മഅല്ലാഹി അഹദ എന്ന്, അള്ളാഹുവിനെ നിങ്ങൾ പങ്കു ചേർക്കരുത് എന്നും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള വചനം ഇവിടെ സ്ഥലക്കുറവ് കൊണ്ടാണ് അത് വെച്ചത്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് അദ്ദേഹം അത് ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് അത് ശിവസായി. കാരണം അറിയാ, വരും തലമുറയ്ക്ക് അത് എന്നും, അഥവാ ഇവിടെ ഒരാൾ ഇസ്ലാമിക ഭരണത്തിൽ വന്ന് പ്രസിഡന്റ് സെക്രട്ടറി ആകുമ്പോൾ ഒരു ചെറിയ വളവ് വന്നാൽ ഇവിടെയുള്ള യുവാക്കൾ തിരുത്തും. ആ ആയത്ത് ചൂണ്ടിക്കാണിച്ച് തിരുത്തും ഇൻഷാ അല്ലാഹ്. കാരണം ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈയുടെ ലോക പ്രശസ്തമായ വിഖ്യാതമായ ഒരു ഗ്രന്ഥമുണ്ട്, അൽ ബിദായ വൻ നിഹായ. അല്ലേ സാറേ? അൽ ബിദായ വൻ നിഹായ. എന്തെങ്കിലും വിഷയം വന്നാൽ പണ്ഡിതന്മാർ ആദ്യം എടുത്ത് ഹിസ്റ്ററി നോക്കുന്ന അതാണ്. അതില് അത് പേര് പോലെ തന്നെ, അഥവാ തുടക്കവും ഒടുക്കവും, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്നാണ്. ആദം നബി അലൈഹി സ്വലാമിയുടെ സൃഷ്ടിപ്പും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം, അന്ത്യനാള്, ഖിയാമത്ത് നാള്, സ്വർഗ്ഗ നരകം. അതാണ് അൽ ബിദായ വൻ നിഹായ, തുടക്കവും ഒടുക്കവും എന്ന മഹത്തായ ലോക പ്രശസ്തമായ ഗ്രന്ഥമാണ്. അതിലെ മധ്യഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം കഴിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട 4 ഖലീഫമാരുടെ ചരിത്രം പറയുന്നുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം, അഥവാ ഖലീഫ എന്ന് പറഞ്ഞാൽ പ്രതിനിധി എന്നാണ്. ഖലീഫ മീൻസ് പ്രതിനിധി. അപ്പൊ പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഖലീഫമാരാണ്. അപ്പോ
ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റിട്ട് അദ്ദേഹം നടത്തിയ ഒരു ഭയങ്കരമായ പ്രഭാഷണമുണ്ട്. ബിസ്മിയും ഹന്തും സ്വലാത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, അല്ലയോ ജനങ്ങൾ, അയ്യുഹന്നാസ്, നിങ്ങൾ എന്നെ നിങ്ങളുടെ പ്രതിനിധി ഖലീഫയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനല്ല. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ആ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുള്ള ജീവിതം എന്നെ കാണുമ്പോൾ നിങ്ങൾ എന്നെ അനുസരിക്കണം. കണ്ട, ഇനി ഖുർആനിനും നബി തങ്ങളുടെ ജീവിതത്തിനും എതിരായി എന്നിൽ വല്ലതും കണ്ടാൽ എന്നെ നിങ്ങൾ തിരുത്തണം. എന്റെ റബ്ബേ, ഇത് എന്റെ ഞാൻ തോന്നിവാസം പറയുന്നതല്ല, ഇത് ഗ്രന്ഥമാണ്. ഈ പ്രസംഗം 4 ഖലീഫമാരെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, വെട്ടൊന്ന് കക്ഷണം 2. അദ്ദേഹത്തിന് അറിയാം, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഇവർ പറയൂല, പേടിച്ചിട്ട്, കാരണം കൊന്നുകളയൊന്നും പറഞ്ഞു, വെട്ടി കൊന്നുകളയും, അതാണ് സ്വഭാവമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഹിക്മത്ത് ഉപയോഗിച്ചു. ഞാൻ ഭരിക്കുന്ന ഈ ഈ ആൾക്കാരുടെ മനോനില എന്താണെന്ന് അറിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഹിക്മത്ത് പരമായി, മനഃശാസ്ത്രപരമായി ചോദിച്ചു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മാദാ തഫ്അലൂന ഇദാ റഅയ്തും ഫയ്യിവിജാജ, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ എന്നെ ഖലീഫയാക്കി, മാദാ തഫ്അലൂന ഇദാ റഅയ്തും, എന്നിൽ നിന്ന് എന്തെങ്കിലും അരുതായ്മ കണ്ടാൽ, വക്രത കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഒരു വൃദ്ധനായ സ്വഹാബി ചാടി എണീച്ചിട്ട് പറഞ്ഞു, ഉമറേ, എന്തെങ്കിലും വല്ല ഉടായ്പകൾ കാണിച്ചാൽ ഈ വാള് കൊണ്ട് നമ്മൾ നിന്നെ തിരുത്തുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഇരു കരങ്ങൾ ആകാശത്തേക്ക് എത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവേ, അൽഹംദുലില്ലാഹ്, ഈ ഉമറിനെ തിരുത്താൻ നല്ലൊരു പ്രതിപക്ഷത്തെ തന്ന അല്ലാഹുവിനെ എത്ര സ്തുതി പടച്ചവരെ. ഇതൊക്കെ നമ്മൾ പഠിക്കണം സഹോദരൻ. അല്ലാഹുവേ, നമ്മളുടെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഉള്ള ഈ ഉമറാക്കൾ അഥവാ നമ്മളെ നയിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ, അല്ലാഹുവേ, വളരെയധികം കാഴ്ചപ്പാടുള്ളവരാണ്. ഇൻഷാ അല്ലാഹ് ഈ ജമാഅത്തിന്റെ സർവ്വ സംവിധാനങ്ങളും ബഹുമാനപ്പെട്ട ഈ ചെറുപ്പക്കാരായ നമ്മുടെ ഷിബു സാഹിബും അതുപോലെ തന്നെ AR നിസാം സാഹിബും, അത് തുടങ്ങുന്ന ഷാൻ മജീദ്, ഇങ്ങനെ തുടങ്ങുന്ന അതുപോലെ ജാസിം, അതുപോലെ പലരുമുണ്ട്. ഇവരൊക്കെ അൽഹംദുലില്ലാഹ് ഇസ്ലാമിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ളവരാണ്. നമ്മളുടെ നേതൃത്വം ഇവരുടെ കരങ്ങളിൽ സുശക്തമാണ്, കരുത്തുറ്റ നേതൃത്വമാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെ ഷാനവാസ് സാഹിബ് ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ അൽഹംദുലില്ലാഹ് ഈ കമ്മ്യൂണിറ്റി വളരെ ശക്തമാണ്, ബലിഷ്ഠമാണ്. അള്ളാഹു അവർക്കൊക്കെ ഇനി ദീർഘനാൾ ഈ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ജമാഅത്തിന് ഇനി വേണ്ടത് വലിയൊരു കാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഒരു ജമാഅത്ത് അംഗങ്ങളെയും കഷ്ടപ്പെടുന്നുണ്ട്, അവരോടൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ചെയ്യാൻ കഴിയണം. അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നമ്മുടെ ഇടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നന്മയായ കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ജമാഅത്തിന്റെ അഭിവൃദ്ധിക്ക്, ഉയർച്ചയ്ക്ക് നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ച നിർമ്മാണ കമ്മിറ്റി, ജമാഅത്ത് കമ്മിറ്റി, അതുപോലെ തന്നെ ഇതിൽ സഹായിച്ച നമ്മുടെ അംഗങ്ങൾ, മറ്റു പുറത്തുനിന്നുള്ളവർ ഒക്കെ, അവർക്കൊക്കെ അള്ളാഹു അർഹമായ നല്ല പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഊസിക്കും ബിദുആ. ഒരു അല്പസമയം എടുത്തുപോയി, അത് എൻ്റെ ആവേശം കൊണ്ട്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, ഈ ജമാഅത്ത് അംഗം എന്നുള്ള നിലയിൽ പറഞ്ഞതാണ്, ക്ഷമിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.